everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 64th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about advance payment of tax. And in this lecture, we are going to continue with the same topic, that is advance payment of tax. കഴിഞ്ഞ ലെക്ചറിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ ഇൻട്രസ്റ്റ് ഫോർ ഡെഫർമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ലെക്ചറിൽ ഇൻട്രസ്റ്റ് ഫോർ ഡെഫർമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഫോർ ഡെഫർമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 234C ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. ഇൻട്രസ്റ്റ് ഫോർ ഡെഫർമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സിൽ നമ്മൾ 3 പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ഫോർ ഡെഫർമെൻറ്റ് ഓർ ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് അതർ ദാൻ ആൻ എലിജിബിൾ അസസി ഇൻ റെസ്പെക്ട് ഓഫ് ദ എലിജിബിൾ ബിസിനസ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 44AD ഷാൾ ബി ആപ്ലിക്കബിൾ ആസ് ഫോളോസ്. അതായത് അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റിൽ വരുത്തുന്ന ഡെഫർമെൻറ്റിന് അല്ലെങ്കിൽ ഡിലേക്ക് പേയബിൾ ആകുന്ന ഇൻട്രസ്റ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് ഇവിടെ പറയുന്ന ഇൻട്രസ്റ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി സെക്ഷൻ 44ADയിൽ റെഫർ ചെയ്തിരിക്കുന്ന എലിജിബിൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എലിജിബിൾ അസസിയുടെ കേസിൽ വരില്ല. സെക്ഷൻ 44AD പ്രകാരമുള്ള എലിജിബിൾ അസസിയുടെ കേസ് നമ്മൾ സെക്കൻഡ് പ്രൊവിഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ സെക്ഷൻ 44AD പ്രകാരമുള്ള എലിജിബിൾ അസസി അല്ലാത്ത അസസീസിൻ്റെ കേസിൽ ആപ്ലിക്കബിൾ ആകുന്ന ഇൻട്രസ്റ്റിൻ്റെ കേസാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ടേബിളിലാണ് ഇൻട്രസ്റ്റ് ഫോർ ഡെഫർമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സിൻ്റെ ഡ്യൂ ഡേറ്റും ഇൻസ്റ്റാൾമെൻറ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പീരീഡും എമൗണ്ട് ഓൺ വിച്ച് ഇൻട്രസ്റ്റ് ഇസ് പേബിളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കേസിൽ ഡ്യൂ ഡേറ്റ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അപ് ടു 15 ജൂൺ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇഫ് ലെസ് ദാൻ 12%, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പീരീഡ് അറ്റ് ദ റേറ്റ് 1% പെർ മന്ത് ഫോർ 3 months. Amount on which interest is payable 15% of advance tax less amount paid up to 15 June. ഫസ്റ്റ് കേസിലെ ഡ്യൂ ഡേറ്റ് അപ് ടു 15 ജൂൺ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ്. ആൻഡ് 15 ജൂണിനോ അല്ലെങ്കിൽ അതിനു മുൻപായോ പേ ചെയ്ത അഡ്വാൻസ് ടാക്സ് പേബിൾ ആകുന്ന എമൗണ്ടിൻ്റെ 12%-നേക്കാളും കുറവാണ് എങ്കിൽ ആ കേസിൽ ആപ്ലിക്കബിൾ ആകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് 1% പെർ മന്ത് ആണ്. ഇൻട്രസ്റ്റ് പേയബിൾ ആകുന്ന പീരീഡ് 3 months ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് പേയബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ 15%-ൽ നിന്നും 15 ജൂൺ വരെ പേ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. ഓക്കെ, ആൻഡ് ഇൻ സെക്കൻഡ് കേസ് ഡ്യൂ ഡേറ്റ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് up to 15 September of the financial year if less than 36%, rate of interest and period at the rate 1% per month for 3 months, amount on which interest is payable 45% of advance tax less amount paid up to 15 September. സെക്കൻഡ് കേസിലെ ഡ്യൂ ഡേറ്റ് അപ് ടു 15 സെപ്റ്റംബർ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ്. സോ ഈ കേസിൽ 15 സെപ്റ്റംബറിനോ അതിന് മുൻപായോ പേ ചെയ്ത അഡ്വാൻസ് ടാക്സ് പേബിൾ ആകുന്ന എമൗണ്ടിൻ്റെ 36%-നേക്കാളും കുറവാണ് എങ്കിൽ ആ കേസിലും ആപ്ലിക്കബിൾ ആകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് 1% പെർ മന്ത് ആണ്. ഇൻട്രസ്റ്റ് പേബിൾ ആകുന്ന പീരീഡ് 3 months ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് പേബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ 45%-ൽ നിന്നും 15 സെപ്റ്റംബർ വരെ പേ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. ഓക്കെ, തേർഡ് കേസിൽ ഡ്യൂ ഡേറ്റ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അപ് ടു 15 ഡിസംബർ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇഫ് ലെസ് ദാൻ 75%, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പീരീഡ് അറ്റ് ദ റേറ്റ് 1% പെർ മന്ത് ഫോർ 3 months, amount on which interest is payable 75% of advance tax less amount paid up to 15 December. തേർഡ് കേസിലെ ഡ്യൂ ഡേറ്റ് അപ് ടു 15 ഡിസംബർ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ്. 15 ഡിസംബറിനോ അതിന് മുൻപായോ പേ ചെയ്ത അഡ്വാൻസ് ടാക്സ് പേബിൾ ആകുന്ന എമൗണ്ടിൻ്റെ 75%-നേക്കാളും കുറവാണ് എങ്കിൽ ആപ്ലിക്കബിൾ ആകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് 1% പെർ മന്ത് തന്നെയാണ്. ഇൻട്രസ്റ്റ് പേബിൾ ആകുന്ന പീരീഡ് 3 months ആണ്.
ആൻഡ് ഇൻട്രസ്റ്റ് പേബിൾ ആകുന്ന എമൗണ്ട് അഡ്വാൻസ് ടാക്സിൻ്റെ 75%-ൽ നിന്നും 15 ഡിസംബർ വരെ പേ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. ഓക്കെ, ഇനി ഫോർത്ത് കേസിൽ ഡ്യൂ ഡേറ്റ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അപ് ടു 15 മാർച്ച് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇഫ് ലെസ് ദാൻ 100%, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പീരിയഡ് അറ്റ് ദ റേറ്റ് 1% പെർ മന്ത് ഫോർ 1 month. Amount on which interest is payable 100% of advance tax less amount paid up to 15 March. ഫോർത്ത് കേസിൽ ഡ്യൂ ഡേറ്റ് അപ് ടു 15 മാർച്ച് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ്. 15 മാർച്ചിനോ അതിന് മുൻപായോ പേ ചെയ്ത അഡ്വാൻസ് ടാക്സ് പേബിൾ ആകുന്ന എമൗണ്ടിൻ്റെ 100%-നേക്കാളും കുറവാണ് എങ്കിൽ ആപ്ലിക്കബിൾ ആകുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് 1% പെർ മന്ത് ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് പേബിൾ ആകുന്ന പീരീഡ് എന്ന് പറയുന്നത് 1 month ആണ്. ഇൻട്രസ്റ്റ് പേബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ 100%-ൽ നിന്നും 15 മാർച്ച് വരെ പേ ചെയ്ത ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. എക്സെപ്ഷൻ: നോ ഇൻട്രസ്റ്റ് ഷാൾ ബി പേബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എനി ഷോർട്ട് ഫോൾ ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ഡ്യൂ ഓൺ ദ റിട്ടേൺഡ് ഇൻകം ഇഫ് ദ ഷോർട്ട് ഫോൾ ഈസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. അതായത് ഇനി പറയുന്ന റീസൺസ് കൊണ്ടാണ് റിട്ടേൺഡ് ഇൻകത്തിൽ ഡ്യൂ ആയ ടാക്സിനേക്കാളും കുറവ് എമൗണ്ട് അഡ്വാൻസ് ടാക്സ് പേ ചെയ്തത് എങ്കിൽ ആ ഷോർട്ട് ഫോൾ വരുന്ന എമൗണ്ടിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേബിൾ ആകില്ല. ഓക്കെ, ഏതൊക്കെ റീസൺസ് കൊണ്ട് ഈ ഷോർട്ട് ഫോൾ വരുമ്പോഴാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാത്തത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അണ്ടർ എസ്റ്റിമേറ്റ് ഓർ ഫെയിലിയർ ടു എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ്. ഓർ second one, the income from lottery, crossword puzzles, races including horse races, card games, gambling or betting, etc. Or third one is income under the head profits and gains of business or profession in cases where the income accrues or arises under the said head for the first time. Or fourth reason is dividend liable to tax under section 115 BBDA. അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുന്നതിൽ ഷോർട്ട് ഫോൾ വന്നാലും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാതിരിക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഒന്നുകിൽ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ എമൗണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ ഫെയിലിയർ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ലോട്ടറി ഇൻകം, ക്രോസ്വേർഡ് പസിൽസ്, ഹോഴ്സ് റേസ് ഇൻക്ലൂഡ് ചെയ്യുന്ന റേസസ്, കാർഡ് ഗെയിംസ്, ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ബെറ്റിങ്ങിലൊക്കെ അറൈസ് ചെയ്യുന്ന ഇൻകം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻകംസിൻ്റെ എസ്റ്റിമേഷനിൽ ഫെയിലിയർ സംഭവിക്കുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന ഹെഡിൽ വരുന്ന ഇൻകം ഫസ്റ്റ് ടൈമിലാണ് അറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്നത് എന്ന് ഉണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ ഇൻകം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എസ്റ്റിമേഷനിൽ ഫെയിലിയർ സംഭവിക്കുന്നു. ഇനി സെക്ഷൻ 115 BBDA പ്രകാരം ടാക്സ് ചാർജബിൾ ആകുന്ന ഡിവിഡൻറ്റ്, ഈ ഡിവിഡൻറ്റും അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റിൽ ഷോർട്ട് ഫോൾ വരാൻ ഒരു റീസണാണ്. ഇൻട്രസ്റ്റ് ഷാൾ നോട്ട് ബി പേയബിൾ ഓൺലി ഇഫ് ദ അസസി ഹാസ് പെയ്ഡ് ദ എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഇൻകം ആസ് പാർട്ട് ഓഫ് ദ റിമൈനിങ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് അഡ്വാൻസ് ടാക്സ് വിച്ച് ഇസ് ഡ്യൂ. ആൻഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കേസസിലെല്ലാം ഇൻട്രസ്റ്റ് പേയബിൾ ആകാതിരിക്കണം എന്നുണ്ടെങ്കിൽ അസസി ഈ പറഞ്ഞ ഇൻകത്തിൽ പേയബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ട് ഡ്യൂ ആയ അഡ്വാൻസ് ടാക്സിൻ്റെ റീമൈനിങ് ഇൻസ്റ്റാൾമെൻറ്റ്സിൽ പേ ചെയ്തിരിക്കണം. ഓക്കെ, വേർ നോ സച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഇസ് ഡ്യൂ ദ ടാക്സ് എമൗണ്ട് ഷുഡ് ബി പെയ്ഡ് ബൈ 31st മാർച്ച് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അതായത് അസസിക്ക് ഇൻട്രസ്റ്റ് പേയബിൾ ആകാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇൻകത്തിൽ പേയബിൾ ആകുന്ന എമൗണ്ട് ഓഫ് ടാക്സ് ഡ്യൂ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ റീമൈനിങ് ഇൻസ്റ്റാൾമെൻറ്റ്സിൽ പേ ചെയ്തിരിക്കണം. ഇൻ കേസ് ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ഒന്നും ഡ്യൂ അല്ല എങ്കിൽ ഈ ടാക്സിൻ്റെ എമൗണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ 31st മാർച്ചോടുകൂടി പേ ചെയ്തിരിക്കണം. ഓക്കെ, വി വിൽ ഡിസ്കസ് എ പ്രോബ്ലം ഓൺ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.